നമസ്കാരം. പാകിസ്ഥാന് ഇപ്പോൾ യുദ്ധത്തിന്റെ ഒരു മുൾമുനയിൽ നിൽക്കുകയാണ്. ഇതിനിടയിൽ തന്നെ നമ്മുടെ രാജ്യം എത്രത്തോളം തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ടെലിവിഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതിനുശേഷം കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ള ഒരു വിശ്വാസം എല്ലാവരിലുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് പ്രകൃതി പോലും കൈവിടുന്നു എന്നുള്ളതാണ് അവസ്ഥ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് പാകിസ്ഥാനിൽ ഭൂകമ്പമുണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഇന്ന് പാകിസ്ഥാനിൽ ഭൂകമ്പമുണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് കൂടുതൽ ഭൂകമ്പമുണ്ടായത്. പക്ഷേ എൻ്റെ വാർത്തകളൊക്കെ തന്നെ ഇപ്പോഴും ഇന്നലെ രാത്രിയോട് കൂടിയിട്ടൊക്കെയാണ് പുറത്തു വരുന്നത്. 4.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പാകിസ്ഥാൻ എപ്പോഴും ഈ ഒരു ഭൂകമ്പത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രമാണ്. പലപ്പോഴും കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ 2024 മാത്രം ഏകദേശം 167ഓളം ഭൂകമ്പങ്ങളാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല പലയിടത്തും വന്ന ആളുകൾ വലിയ തോതിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും ഈ ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഇതൊരു വലിയ വാർത്തയാവുന്നത്. കാരണം വീണ്ടും ഇവർ തകരുമ്പോൾ വീണ്ടും അതിനെയൊക്കെ തന്നെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്താനുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷി ഇന്ന് പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ്. അതിനിടയിലാണ് ഈ തീവ്രവാദത്തെ വളർത്താനായിട്ട് അവിടേക്ക് കുറെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂകമ്പത്തിൽ ആളുകൾക്കൊന്നും നാശനഷ്ടം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവഹാനി സംഭവിച്ചതായിട്ട് റിപ്പോർട്ടുകളില്ല. എന്നിരുന്നാലും ഈ ഖൈബർ പഖ്തൂൺ അതുപോലെ തന്നെ ഗിൽറ്റ്, ബാൾട്ടിസ്ഥാൻ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ വലിയ പ്രകമ്പനം ഉണ്ടായതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ ഭൂകമ്പം ഉണ്ടായപ്പോൾ നമ്മുടെ ഇന്ത്യ അടക്കം സഹായം നൽകിയിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ സാധനങ്ങളും മരുന്നുകൾ തുടങ്ങിയിട്ടുള്ള വലിയ രീതിയിലൊരു സഹായം നമ്മുടെ ഇന്ത്യ അങ്ങോട്ടേക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ നമുക്കറിയാം എത്രയൊക്കെ ശത്രു രാജ്യങ്ങളാണ് എന്ന് പറഞ്ഞാലും അയൽപ്പക്കമാണ് ഈ ഒരു കാര്യത്തിലൊക്കെ സഹായിക്കാതിരിക്കില്ല. ഏതായാലും വീണ്ടും പാകിസ്ഥാൻ ഈ ഒരു പടുകുഴിയിലോട്ട് തള്ളിവിടുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രകൃതി പോലും പാകിസ്ഥാനെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് പറയാം. തീർച്ചയായും. അതായത് പ്രകൃതിക്ക് സത്യം മാത്രമല്ലേ അറിയൂ. പ്രകൃതി അങ്ങനെ സത്യത്തിനപ്പുറത്തേക്കൊന്നും ചെയ്യില്ലല്ലോ. അങ്ങനെ പ്രകൃതി മനുഷ്യനെ എപ്പോഴും തിരിച്ചടിക്കും. ആ ഒരു തിരിച്ചടി ഇപ്പോൾ സത്യത്തിൽ പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് തുടരെ ഉള്ള ഇത്തരത്തിലൊരു ഭൂകമ്പം ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായ റെക്ടർ സ്കെയിൽ ഏകദേശം 5.2 രേഖപ്പെടുത്തിയ 4.4 ദശാംശം രേഖപ്പെടുത്തിയ ആ ഒരു ഭൂകമ്പത്തിന് മുന്നേ തന്നെ അതിന്റെ 2 ദിവസം മുന്നിലും ഇത്തരത്തിൽ ഭൂകമ്പം ഉണ്ടായിരുന്ന ഒരു സാഹചര്യം തുടർചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും യുദ്ധം അതിന്റെ പടിവാദിക്കൽ നിന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പലരും ഇപ്പോൾ പറയുന്നു ഇന്ത്യ എന്തേ തിരിച്ചടിക്കുന്നില്ല, ഇന്ത്യക്ക് എന്താ തിരിച്ചടിക്കാൻ അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ത്യ ഒരു ഭീകര രാജ്യമല്ല. അതായത് പെട്ടെന്ന് കയറി തിരിച്ചടിക്കുന്ന രാജ്യമല്ല. എല്ലാം നോക്കി തിരിച്ചടിക്ക് ഒരു മറുതിരിച്ചടി ഉണ്ട് എന്ന് വ്യക്തമായി ആ മറുതിരിച്ചടിയിൽ ഒരു ജീവൻ പോലും നഷ്ടമാകരുത്, ഒരു ഇന്ത്യൻ പട്ടാളക്കാരുടെയും ജീവൻ നഷ്ടമാകരുത് എന്ന് ഉറപ്പുവരുത്തി ആ നീക്കങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തതിനു ശേഷം മാത്രമേ ഇന്ത്യ തിരിച്ചടിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ 26 പേരുടെ ജീവൻ നഷ്ടമായ ഈ ഒരു സാഹചര്യത്തിൽ 26 പൗരന്മാരുടെ ജീവൻ നഷ്ടമായ ഈ സാഹചര്യത്തിൽ കൃത്യമായി ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. പക്ഷേ എന്ന്, എപ്പോൾ എന്നുള്ളത് സത്യത്തിൽ ഇന്ത്യൻ സൈനികർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ മുന്നോടിയായി നമ്മളിലെ ഓരോ ജനങ്ങളും യുദ്ധത്തിന് ഇറങ്ങുന്നു എന്നതിന്റെ മുന്നോടിയായാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അതായത് അതിർത്തി സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാനോട് ചേർന്ന് നടക്കുന്ന അതിർത്തി സംസ്ഥാനങ്ങളിൽ മറ്റ് രാജ്യങ്ങളോട് ചേർന്ന് നടക്കുന്ന അതിർത്തി സംസ്ഥാനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. സത്യത്തിൽ ഇത് അതിർത്തി സംസ്ഥാനങ്ങൾ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ ഒരു മുന്നറിയിപ്പ് നൽകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഇത്തരം ഒരു മോക്ക് ഡ്രില്ലോ അല്ലെങ്കിൽ ഒരു പരിശീലനമോ നൽകണം എന്നുള്ളത് ഒരുപക്ഷെ ഈ വർഷമായിരിക്കില്ല, 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, ഒരുപക്ഷെ വർഷങ്ങൾ എടുക്കുമായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഒരു പരിശീലനം അല്ലെങ്കിൽ അവയർനെസ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ല. നമുക്കൊരു ഇടിമിന്നൽ ഉണ്ടായിക്കഴിയുമ്പോൾ എങ്ങനെയാണ് ജാഗ്രത എടുക്കേണ്ടത്, മുൻകരുതൽ എടുക്കേണ്ടത് നമുക്കറിയാം. വെള്ളപ്പൊക്കം ഉണ്ടായാൽ എങ്ങനെയാണ് മുൻകരുതൽ എടുക്കണമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ഭീകര അറ്റാക്ക്. ഒരിക്കൽ പോലും നമ്മുടെ രാജ്യത്ത് ഭീകര അറ്റാക്ക് ഉണ്ടാകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പട്ടാളക്കാരൊക്കെ തന്നെ നമുക്ക് വേണ്ടി സുരക്ഷ ഒരുക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ പഹൽഗാമിൽ ഉണ്ടായതുപോലെയുള്ള ഒരു അറ്റാക്ക് ഏത് നിമിഷം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളൊരു മുൻകരുതൽ, ഒരു അവയർനെസ് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലും കഴിഞ്ഞ ദിവസം തന്നെയാണ് എല്ലാവരും തയ്യാറായിക്കൊള്ളൂ എന്നൊരു അറിയിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഈ മോക്ക് ഡ്രില്ലുകളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. സുരക്ഷാ മോക്ക് ഡ്രില്ലുകളാണ് ഉണ്ടാകുന്നത്. നാളെയാണ് രാജ്യത്തിന്റെ അതിർത്തി സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടക്കാൻ പോകുന്നത്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു 4 പോയിന്റ് എന്ന് പറയുന്നത് വ്യോമാക്രമണ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്നത് നമ്മൾ ഇസ്രായേൽ യുദ്ധത്തിലൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അമേരിക്കയുടെ താഡ്, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ആരോ, അതുപോലെ തന്നെ അയൺ ഡോം എന്നിവയൊക്കെ തന്നെ ഈ സുരക്ഷാ സംവിധാനങ്ങളാണ്. മിസൈൽ അറ്റാക്ക് നമ്മുടെ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ രാജ്യത്തെ സൈനികർക്ക്
സൈനികർക്ക് ഒരു മുന്നറിയിപ്പ്, സൈനികർക്ക് മാത്രമല്ല ഒപ്പം അവിടുത്തെ പൗരന്മാർക്കും ഒരു മുന്നറിയിപ്പ് നൽകാനായിട്ട് ഇത്തരം സുരക്ഷാ കവചങ്ങൾ പോലെ ഉള്ള ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കും. അതുപോലെയുള്ള സംവിധാനങ്ങളുടെ സൈറൺ മുഴക്കും. അതായത് ഇങ്ങനെ ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ, മിസൈൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വ്യോമാക്രമണം ഉണ്ടാകുകയാണെങ്കിലുള്ള സൈറണുകൾ അത് മുഴക്കും. അതിന്റെ പ്രവർത്തനക്ഷമതയാണ് പരിശോധിക്കാൻ പോകുന്നത്. കാരണം അങ്ങനെ ഒരു വ്യോമാക്രമണ ഈ സൈറണുകൾ അല്ലെങ്കിൽ വ്യോമാക്രമണ മുന്നറിയിപ്പിന്റെ സൈറണുകൾ അടുത്തിടത്തൊന്നും തന്നെ നമ്മൾ ഇന്ത്യ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനക്ഷമത എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കും. അതുകൊണ്ട് തന്നെ സൈറണുകൾ നാളെ മുഴങ്ങും. ഒപ്പം അതുപോലെ തന്നെ അടിയന്തര ബ്ലാക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലൈറ്റുകളൊക്കെ തന്നെ, ഈ വെളിച്ചമൊക്കെ തന്നെ, കാഴ്ച പരിധി ഇല്ലാതാക്കാൻ വേണ്ടി വെളിച്ചമൊക്കെ തന്നെ അണച്ച്, സ്ട്രീറ്റ് ലൈറ്റ്, വീടുകളിലെ ലൈറ്റ്, അതുപോലെയുള്ള ഒരുപക്ഷെ ആശുപത്രികൾ അങ്ങനെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലെ ലൈറ്റ് പോലും ചിലപ്പോൾ ഒരു 10-15 മിനിറ്റത്തേക്ക് അണയ്ക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ആരോഗ്യ മേഖലയിലുള്ള ലൈറ്റുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അടിയന്തര ബ്ലാക്ക് ഔട്ട് ആണ്. എന്തായാലും അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രിയൊക്കെ തന്നെ ഒഴിവാക്കുന്നതുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു യുദ്ധക്കുറ്റമായി മാറും. അതുകൊണ്ട് തന്നെ അവിടത്തേക്കൊന്ന് ലൈറ്റ് അണയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അറിയില്ല എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും അടിയന്തര ബ്ലാക്ക് ഔട്ട് നടത്താൻ സാധ്യതയുണ്ട്. ഒപ്പം അതുപോലെ തന്നെ അടിയന്തര സാഹചര്യം നേരിടാൻ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകും. ഈ ഒരു അവസ്ഥ ഇപ്പോൾ പാകിസ്ഥാൻ നോക്കിക്കഴിയുകയാണെങ്കിൽ അവർ പാകിസ്ഥാൻ 1000-ഓളം മദ്രസകൾ അവർ അടച്ചുപൂട്ടി, സ്കൂളുകൾ, ക്യാമ്പുകൾ സംഘടിപ്പിച്ച് എങ്ങനെയാണ്, അതായത് പട്ടാളക്കാർ, തീവ്രവാദികൾ, അതിനുശേഷമായിരിക്കും ഒരു പട്ടാളക്കാർ, അങ്ങനെയുള്ള പാകിസ്ഥാൻ പട്ടാളം, പോലീസ്, അത് കഴിഞ്ഞാൽ ജനങ്ങൾ സ്വമേധയാ ഓരോരുത്തരും ഇപ്പോൾ ഞാൻ ജനമാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇറങ്ങുകയാണ് യുദ്ധം ചെയ്യാനായിട്ട്, അങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ്. അത് പാർട്ടായിട്ടാണ് കേട്ടോ അവിടുത്തെ ഒരു പരിശീലനം എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ കുറച്ചുകൂടി ധൈര്യമുള്ളവർ, കുറച്ചുകൂടി ആൾബലമുള്ളവർ, കരുത്തുള്ളവർ യുദ്ധത്തിന് വേണ്ടി, അതായത് കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നു. മറ്റു ചിലർ, സ്ത്രീകളടക്കമുള്ളവർ, യുദ്ധത്തിൽ പരിക്കേൽക്കുന്നവർക്ക് ആരോഗ്യപരമായി സംരക്ഷണം നൽകാനായി നിൽക്കുന്നു. മറ്റു ചിലർ ഇവർക്കൊക്കെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി നൽകാനായിട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഈ നന്നായി തന്നെ മനസ്സിലാക്കാൻ, കേൾവി കൊണ്ടൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ചിലരുണ്ടല്ലോ, അവരെയൊക്കെ തന്നെ അത്തരത്തിലുള്ള നിരീക്ഷണത്തിലായി നൽകുന്നു. അങ്ങനെ പല ഭാഗമായി തിരിച്ചാണ് അവർ പരിശീലനം നൽകുന്നത്. 1000-ഓളം മദ്രസകൾ അടച്ചു പൂട്ടിക്കൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവരും ഒരുങ്ങി കഴിഞ്ഞിരിക്കാൻ, അണ്ണാൻ കുഞ്ഞിനും തന്നാലായതെന്ന മട്ടിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നാക്കുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. നാക്കിട്ടടിച്ച് ജയിക്കുകയാണെങ്കിൽ പോലും അവർ അതിനായിട്ടുള്ള രീതിയിലുള്ള പരിശീലനം നടക്കുന്നുണ്ട്. അതിർത്തികളിൽ അത്തരം പരിശീലനം നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതേ രീതിയിൽ അല്ലെങ്കിൽ അതേക്കാൾ ഒരു 2-3 മടങ്ങ് അധികം നമ്മൾ പരിശീലനം നടത്തേണ്ട സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു പക്ഷേ സ്ത്രീകളെ അടക്കം, സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും എങ്ങനെ ഒരു യുദ്ധ സാഹചര്യം അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഭീകരാക്രമണ സാഹചര്യം എങ്ങനെ നേരിടണം എന്നുള്ള കൃത്യമായ പരിശീലനം നൽകുമെന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. മറ്റൊന്ന്, സുപ്രധാന പ്ലാന്റുകളും സ്ഥാപനങ്ങളും മറയ്ക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കൽ, ഒഴിപ്പിക്കൽ പദ്ധതി, അതുപോലെ തന്നെ അതിനാവശ്യമായ പരിശീലനം ഒരുക്കൽ. പെട്ടെന്ന് ഒരു അറ്റാക്ക് ഉണ്ടാകുകയാണ്, നമുക്കിപ്പോൾ അമ്പലങ്ങൾ ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആശുപത്രികൾ ഒഴിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കെമിക്കൽ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിപ്പിക്കണം. അതെങ്ങനെ ചെയ്യും? അതിന് തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒഴിപ്പിക്കൽ പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള അതിനെ മറയ്ക്കൽ തരത്തിലുള്ള സംവിധാനങ്ങൾ എന്നിവയൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്നത്. നാളെ മെയ് 7 എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ സമയം തന്നെയാണ്. ഈ കേരളമോ തമിഴ്നാടോ ഒന്നും തന്നെ ഉൾപ്പെട്ടിട്ടില്ല. ഇനി ഈ സംസ്ഥാന അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകളോ മോക്ക് ഡ്രില്ലുകളോ ഉണ്ടോ എന്ന് അറിയില്ല. നിലവിലേതായാലും ഈ പറയുന്ന അതിർത്തി പ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ ഒരു മുന്നറിയിപ്പുള്ളത്. മറ്റൊന്ന്, ഏപ്രിൽ 13 ഇന്നിപ്പോൾ ഏകദേശം ഏപ്രിൽ കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടിയാണല്ലോ 22-നാണല്ലോ ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായത്. 13 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും നമുക്ക് ഭീകരരെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ദയനീയ അവസ്ഥയാണ്. അതും ജീവനോടുകൂടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം. കൃത്യമായിട്ട് നരേന്ദ്രമോദി അടക്കാവുന്ന പിറ്റേ ദിവസം നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭീകരർ ജീവനോട് തന്നെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്നുള്ളത്. കാരണം ഇവരെ കൊണ്ടുവന്ന തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ എന്തായാലും ലഭിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും വർഷങ്ങൾ എടുത്താലും ദഹാവൂർ റാണയെ പോലുള്ള ഭീകരനെ അടക്കം ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. അതായത് കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി കൂടി തന്നെയാണ് ഇവരെ ജീവനോടെ പിടിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അടക്കം ഇവർക്ക് ഭക്ഷണമൊക്കെ എത്തിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവ്, പ്രദേശവാസി തന്നെയാണ്, ജമ്മു കാശ്മീരിലെ, പിടിച്ച് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകായിരുന്നു. ഇയാളെ എന്താ പറയുക, കാടിൻ്റെ ഉള്ളിലോട്ട് ഈ ഭീകരർ ഒളിച്ചിരുന്ന സ്ഥലത്തോട്ട് പോലീസുകാരുടെ നേതൃത്വത്തിൽ കൊണ്ടുപോകുന്നതിനിടയിൽ ഇയാൾ പുഴയിൽ ചാടി മരിച്ച വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ
മോദിയുമായി നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ്, നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ ഇതിന്റെ വിവരങ്ങളൊക്കെ തന്നെ പങ്കുവച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ വർഷം അവസാനം പുടിൻ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പൂർണ്ണ പിന്തുണ തന്നെ, ഈ ഭീകരവാദത്തിനെതിരെ പൂർണ്ണ പിന്തുണ എന്നും റഷ്യ ഇന്ത്യയോടൊപ്പം തന്നെ ഉണ്ടാകും, നിലകൊള്ളും എന്നുള്ളതിന്റെ ഇവരെ ഈ ഭീകരവാദികളെ എത്രയും പെട്ടെന്ന് തന്നെ പിടിച്ച് കൊണ്ടുവരാനുള്ള എല്ലാ നീക്കങ്ങൾക്കൊപ്പം ഇന്ത്യയോടൊപ്പം ശക്തമായി നിലകൊള്ളും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് റഷ്യ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാന്റെ പല വിദേശകാര്യമന്ത്രിമാരടക്കം റഷ്യയിൽ പോയിട്ട് അവിടുത്തെ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നമ്മോടൊപ്പം നിൽക്കണം, ഇന്ത്യയെ മധ്യസ്ഥത വഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവിടുത്തെ പാക് അംബാസഡർ കഴിഞ്ഞ ദിവസം ഇരുന്നിട്ട് അവിടെ ഇരുന്ന് വെല്ലുവിളിച്ചു. റഷ്യയിൽ ഇരുന്ന് പാക് അംബാസഡർ വെല്ലുവിളിച്ചത് ആണവായുധം എടുക്കും ഇന്ത്യക്കെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചിരുന്നത്. ശ്രീധർ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ വായിട്ടലക്കിൽ മാത്രമേ ഉള്ളൂ. അതേസമയം തന്നെ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം സൗദി പോയിട്ടുണ്ട്, ഖത്തറിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ പോയി കൂടെ നിൽക്കണം എന്നുള്ളത് അങ്ങോട്ട് അപേക്ഷിക്കുന്ന അതൊക്കെ ഇന്ത്യക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഉടനടി തന്നെ അമേരിക്ക പിന്തുണ അറിയിച്ചുകൊണ്ട് വന്നിരുന്നു. ഇസ്രായേൽ, റഷ്യ, ജപ്പാൻ തുടങ്ങിയിട്ടുള്ള വമ്പൻ രാജ്യങ്ങളൊക്കെ പിന്തുണ അറിയിച്ചുകൊണ്ട് വന്നിരുന്നു. ഏതായാലും അതെ, ഇപ്പോൾ പാകിസ്ഥാൻ അടക്കം അവിടെ പോയിട്ട് നമ്മളോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞതിന്റെ പിറ്റേന്നാണ് അവിടുത്തെ പ്രസിഡന്റ് നേരിട്ട് പുടിൻ ഇങ്ങോട്ട് വിളിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയോട് ഒപ്പം ഉണ്ടാകുമെന്നുള്ളത്. അതായത് ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. അതേസമയം തന്നെ ഈ അതിർത്തി രേഖകളിലൊക്കെ വെടിവെപ്പ് തുടരുകയാണ്. ആ ദിവസം മുതൽ തന്നെ വെടിവെപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു BSF ജവാൻ അവരുടെ പിടിയിലായിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ട് യാതൊരു വിവരവും ഇല്ല. ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എത്രയും വേഗം തന്നെ സുരക്ഷിതമായിട്ട് എത്തിക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള വിവരങ്ങളും കൂടുതൽ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ എന്താകും എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. പിന്നെ കൂടുതൽ മറ്റു ഡീറ്റെയിൽസ് ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുർക്കിയിലേക്ക് കഴിഞ്ഞ ദിവസം ആയുധങ്ങളുമായി എത്തിയെന്ന ഒരു വാർത്ത കറാച്ചിയിലേക്ക് എത്തിയെന്ന് അറിഞ്ഞു. മാത്രമല്ല ഈ പാകിസ്ഥാന് സഹായം നൽകി തുർക്കിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ചൈനയ്ക്കും കൃത്യമായ തിരിച്ചടി നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പിന്നെ BLA ബലൂചിസ്ഥാൻ പ്രവേശം അവരൊക്കെ തന്നെ ഒരു പാകിസ്ഥാനിലെ ഒരു പ്രദേശം പിടിച്ചടക്കിയെന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ടായിരുന്നു. കൃത്യത ഇല്ല. പിന്നെ പറയുന്ന പോലെ തന്നെ പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിലൊരു കൃത്യതയില്ലാത്ത ചില വാർത്തകൾ കൂടി വരുന്ന സാഹചര്യം ഉണ്ടെന്നുള്ളത്. 40-ലധികം പട്ടാളക്കാരന്മാരെ BLA കൊന്നൊടുക്കിയെന്നൊരു വാർത്ത, വ്യാജ വാർത്ത പരന്നുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായും നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെ നിർണായകമാണ്. അതിർത്തിയിലേക്ക് ഈ പറഞ്ഞ പോലെ സൈറനുകൾ മുഴങ്ങും, ബ്ലാക്ക് ഔട്ട് ഉണ്ടാകും. ഒരു പക്ഷേ നമ്മൾ അറിവായതിനു ശേഷം ഒരു പക്ഷേ ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു ഇതായിരിക്കാം. യുദ്ധ സാഹചര്യത്തിലേക്ക് ഒരു രാജ്യം കടക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടിയാണ് നാളെ നടക്കാൻ പോകുന്നത്.